ട്രെയിനിലാണ് പാടാൻ പറ്റി. ഫോണിൽ ആദ്യം വിളിച്ചു പറഞ്ഞു അല്ലേ സാർ. അപ്പോഴാണ് സാറ് പാട്ട് അയച്ചു തന്നു, ഞാൻ കേട്ട് പഠിച്ചു. സോറി, എന്നിട്ട് എറണാകുളത്ത് റെക്കോർഡ് ചെയ്തു. നല്ല സുഖമായിരുന്നു കേട്ടോ, നല്ല രസകരമായ. അപ്പൊ സാറിന്റെ മൂന്നാമത്തെ സിനിമയല്ലേ ഞാൻ പാടുന്നത്. ഒന്ന് മുത്തുകോ, പിന്നെ ഇടി, പിന്നെ ഇത്. അപ്പൊ വളരെ സന്തോഷം ഈ ഓഡിയോ ലോഞ്ചിങ്ങിന് എനിക്ക് വരാൻ സാധിച്ചത്. എല്ലാത്തിനും ഈശ്വരൻ നന്ദി പറയുന്നു. എന്നെ പാടിച്ച രാജ് സാർ, ഡയറക്ടർ മാർത്താണ്ഡൻ സാർ, പ്രൊഡ്യൂസർ മോഹൻ സാർ, ഹരിനാരായൺ സാർ, പിന്നെ അഭിനേതാക്കൾ എല്ലാവർക്കും നന്ദി കേട്ടോ. പിന്നെ രഘുനാഥ് പാലേരി സാറുണ്ട്, പിന്നെ ഹരിശ്രീശോൻ ചേട്ടനുണ്ട്, വിജയരാമ സാർ വന്നില്ലേ? ആയിക്കോളാം. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ഇന്ന് വരുമെന്ന് ചോദിച്ചായിരുന്നു. പിന്നെ അങ്ങനെയുണ്ട്, ഹരിശ്രീശോൻ ചേട്ടനുണ്ട്, പൗളി ചേച്ചിയുണ്ട്, ഷാജോൺ ചേട്ടാ. എന്നാണ് വിശേഷം? എന്റെ പൊന്നോ, നമ്മുടെ ആകാശമുണ്ടായി എന്റെ പൊന്നോ. എല്ലാം സൂപ്പറാണ് ഷാജോൺ ചേട്ടനും. അപ്പൊ എല്ലാ അഭിനേതാക്കൾക്കും ഇതിനെ പറഞ്ഞ ഹിരൺഭായി അടിപൊളി. വിജയലക്ഷ്മി അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല, ഗംഭീരമായിരുന്നു. ഈ സോങ് നമ്മള് വിജയലക്ഷ്മി പാടിയ സോങ് നമ്മൾ ഷൂട്ടിനിടയ്ക്കും മറന്നാണ് നമ്മളായിട്ട് കേൾപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു വളരെയധികം ഫീൽ ആയിട്ടുള്ളൊരു സോങ് ആയിട്ടുണ്ടെന്നുള്ളത്. ഗംഭീരമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ അഭിനയിക്കുന്ന എല്ലാ സിനിമകളും നമുക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷെ ചില സിനിമകൾ ചില കാരണങ്ങൾ കൊണ്ട് വളരെ പേഴ്സണലി നമുക്ക് കണക്ട് ചെയ്യും. അത്തരത്തിലുള്ള ഒരു സിനിമയാണിത്. പ്രത്യേകിച്ച് മാർത്തുമായിട്ടുള്ളൊരു ബന്ധം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ്. അപ്പം അങ്ങനെ ഒരു പേഴ്സണൽ കണക്ഷൻ കൂടിയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലി ആസ് എൻ ആക്ടർ കുറെ നാളായിട്ട് വിട്ടുകുത്തും, പീഡിപ്പിക്കലും, പിള്ളേരെ തല്ലിലും, കണ്ടു ചോമ്പിക്കലും ഒക്കെയാണ്. അപ്പൊ അതിൽ നിന്നും കുറച്ച് മാറിയിട്ട് ഒരു ക്യാരക്ടർ കുറെ നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ കറക്റ്റ് സമയത്താണ് മാർത്താണ്ഡനും ബിനു ശശിരാമും ഈ കഥ പറയാൻ വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തതിന് മാർത്തുവിനോടും ബിനുവിനോടുള്ള പ്രത്യേകം നന്ദി. ഒപ്പം മോഹൻ ചേട്ടൻ, താങ്ക് യു മോഹൻ ചേട്ടൻ, താങ്ക് യു സോ മച്ച്. മോഹൻ ചേട്ടൻ ഇന്നൊരു കഥ ബിനു പറഞ്ഞപ്പോഴാണ്, നമ്മുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അത്രയ്ക്കും നിഷ്കളങ്കനാണ്. ഷൂട്ട് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ മോഹൻ ചേട്ടനും ഫാമിലിയും ഉണ്ടായിരുന്ന ലൊക്കേഷനിൽ. കുറെ സമയം കഴിഞ്ഞൊരു ഉച്ചയാവുന്നതിന് മുൻപ് ബിനു മോഹൻ ചേട്ടനെ വിളിച്ചു, മോഹൻ ചേട്ടൻ ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. മോഹൻ ചേട്ടൻ പറഞ്ഞു, ഞാൻ ഫാമിലിയോട് കുറച്ച് നാരങ്ങ കുടിക്കാൻ വേണ്ടി കവലയിലോട്ട് വന്നതാന്ന് പറഞ്ഞു. അപ്പൊ ബിനു പറഞ്ഞു, നാരങ്ങ വെള്ളമൊക്കെ ചേട്ടൻ ഇവിടെ കിട്ടുമല്ലോ, അതൊക്കെ ഞങ്ങൾക്ക് കിട്ടുമോ സിനിമയില്? വരുമെന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് ഒന്നും അറിഞ്ഞുകൂടാ മോഹൻ ചേട്ടന്. അവസാനം മോഹൻ ചേട്ടൻ എന്ന പ്രൊഡ്യൂസറാണ് എന്ന സ്ഥിതി എന്നൊക്കെ പറഞ്ഞ് വന്ന സമയത്ത് മാർത്താട പാക്കിയപ്പം പറഞ്ഞു ആൾ തന്നെ സ്വഭാവം അറിയുള്ളൂ, പെട്ടെന്ന് ഷൂട്ടെല്ലാം പെട്ടെന്ന് അടിച്ചു തീർക്കും. അപ്പൊ മോഹൻ ചേട്ടൻ താങ്ക് യു സോ മച്ച്. ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഈ സിനിമ നല്ലൊരു സിനിമയാണ്. ഒരു 2 മണിക്കൂർ സമയം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ളതെല്ലാം ഈ സിനിമയിൽ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. അതിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരിക്കുന്ന വ്യക്തിത്വങ്ങളെന്ന് പറയുന്നത് ഇവിടുത്തെ പുരുഷന്മാരന്മാരാണ്. കാര്യം രാത്രി ഒരു 12 മണിയാവും അടുത്ത ദിവസം പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് കിടക്കാനായിട്ട് പോകുമ്പോൾ 2 മണിയാകുമ്പോൾ പുള്ളി വീണ്ടും വിളിക്കും, നാളത്തെ കാറ് രാവിലെ തന്നെ വരുമല്ല, എൻ്റെ പുള്ളി ഏട്ടാ കിടന്നുറങ്ങി, ഞങ്ങളൊന്ന് ഉറങ്ങിക്കോട്ടെ. അതായത് പുരുഷന്മാരെ ഏറ്റവും കൂടുതൽ പണിയെടുപ്പിക്കുന്ന ഒരു അസോസിയേറ്റ് എന്ന് പറയുന്നത്, ഒരുപാട് അസോസിയേറ്റുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ മാർത്തുവിനെ പോലെ അങ്ങനെ ഒരു പണിയെടുപ്പിക്കുന്ന ഒരു അസോസിയേറ്റും മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതുപോലെ തന്നെ മാർത്താണ്ഡൻ്റെ ഒരു മനസ്സെന്ന് പറയുന്നത് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ സിനിമ ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഞാനൊരു ഫ്രണ്ട് കൂടി ചേർന്നാണ് പ്രൊഡ്യൂസ് ചെയ്തത്. സിനിമ അത്യാവശ്യം നല്ല സിനിമയിലായിരുന്നു. ആ സമയത്ത് തിയേറ്ററിൽ കാര്യമായിട്ട് ഓടിയില്ല. ഓടാതെ വന്ന അവസരത്തിൽ ഞാൻ കണ്ടേക്കുന്ന ഒരു ഡയറക്ടർ എന്ന് പറയുന്നത്, കാരണം പടമൊക്കെ ഇറങ്ങി പടമൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ കൊണ്ട് തിരിഞ്ഞ് നോക്കാത്ത ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. ഒരാഴ്ച എൻ്റെ ഓഫീസിൽ നിന്ന് മാറാതെ വന്നു ഇങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കണം, എന്ത് ചെയ്യുന്നു, എൻ്റെ ഫാഷനിൽ നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കണ്ട, നമുക്കടുത്തൊരു സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കാം. കാര്യം മഹാറാണി സൂപ്പർ ഹിറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇയാളെ കൊണ്ട് പെണ്ണടിക്കാൻ, അത് പക്ഷെ നടന്നിട്ടില്ല. ഇനിയിപ്പോ ഈ പടം സൂപ്പർ ഹിറ്റ് ആയിട്ട് വേണം എനിക്ക് ഇയാളെ കൊണ്ട് പെണ്ണടിച്ചിട്ട്. ഏതായാലും ഈ സിനിമയുടെ ഭാഗമാകാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. അത് വളരെ സസ്പെൻസ് ആയിട്ട് വെച്ചേക്കണം. സിനിമ കാണുമ്പോൾ എല്ലാവരും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞേക്കണം. ഏതായാലും സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചത്. പിന്നെ ഒരു പ്രൊഡ്യൂസർ ഒരു പ്രൊഡക്ഷൻ കൺട്രോളിനെ പറ്റി വളരെ ആത്മാർത്ഥമാണ്.
ബിനു ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് ഒരുമിച്ച് പ്രോഗ്രാം ചെയ്ത് തുടങ്ങിയുള്ള ബന്ധമാണ്. ബിനുവിൻ്റെ കുറേ നാളത്തെ അധ്വാനമാണ്. ഈ സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ട് ആരെ കൊണ്ട് ചെയ്യിക്കും, ഇതിലൊരു പ്രൊഡക്ഷൻ വേണമെന്ന് പറഞ്ഞ് കുറച്ച് ആളായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് മാർത്താണ്ഡൻ്റെ കയ്യിൽ ഇത് വരുന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് പ്രൊജക്റ്റ് ഓൺ ആവുന്നതൊക്കെ. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇതിൻ്റെ പ്രൊഡ്യൂസർ മോഹൻ ചേട്ടൻ സാധാരണക്കാരായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഇവിടെ വന്നേക്കുന്നവരെല്ലാവരും സിനിമാ പ്രേമികളാണെന്ന് എനിക്കറിയാം. നമ്മളോളം തന്നെ നമ്മളെക്കാൾ ഒരുപാട് കൂടുതൽ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സിനിമയുമായിട്ട് വരുന്നത്. അപ്പം അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കണം. തീർച്ചയായിട്ടും എല്ലാവരും ഈ സിനിമ കണ്ട് പ്രോത്സാഹിപ്പിക്കണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. നല്ല സിനിമയാണ്. എന്തായാലും സിനിമ നന്നാവട്ടെ. താങ്ക് യു മാർത്താണ്ഡൻ ചേട്ടാ. ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കോമഡി സിനിമ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് കുറേ സീരിയസ് വേഷങ്ങൾ ഞാൻ ചെയ്തു. അങ്ങനെ ഇവിടെ മാർത്താണ്ഡൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കഥ പറയാൻ ബിനു വരുന്നുണ്ട്, ഒന്ന് കേട്ടോ. ഞാൻ കേട്ടിട്ട് ഞാൻ മാർത്താണ്ഡനെ വിളിച്ചു. മാർത്താണ്ഡൻ സൂപ്പർ, നന്നായിട്ടുണ്ട്. അതിൽ അസുഖം ചെയ്യുന്ന വേഷം. അപ്പം എന്നോട് പറഞ്ഞ് ഏത് വേഷം എന്ന് പറയണ്ട എന്ന് പറഞ്ഞു. അവിടെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു, കഥ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇത് പറഞ്ഞു, മാർത്താണ്ഡൻ പറഞ്ഞു അതിൽ ബാബുവളിയനാണ് അസുഖം ചെയ്യുന്നത്. ഞാൻ വലിയ കുറിച്ച് അത്രയും നല്ലൊരു ക്യാരക്ടർ എനിക്ക് തന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കോമഡി വേഷം. പക്ഷെ വേറൊരു കാര്യം കൂടിയുണ്ട്, സ്ഥിരം ചെയ്യുന്ന ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേൺ അല്ല, ഇപ്പോഴത്തെ ആക്ടേഴ്സുകൾ ചെയ്യുന്ന പാറ്റേണിലല്ല. എനിക്ക് വേണ്ടത് പഴയ സ്റ്റൈലിൽ അശോചനെയാണ്. പണ്ട് ഞാൻ ദിലീപൊക്കെ കൂടി അഭിനയിച്ചിട്ടുള്ള ആ സ്റ്റൈലിൽ വേണം പ്രസൻറ്റ് ചെയ്യാന്ന്. അപ്പോൾ അതിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് പടത്തിലെ ഷൂട്ടിങ്ങിന് വന്ന് മേക്കപ്പ് ചെയ്ത് ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നവരെ എനിക്ക് ടെൻഷനായിരുന്നു, അതെങ്ങനെയായിരിക്കും, കുഴപ്പമുണ്ടാവും. പക്ഷെ ഫസ്റ്റ് ഷോട്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ആ ഇഷ്ടം പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു. പടം ഡബ് ചെയ്തപ്പോൾ ഭയങ്കര ഡബിങ് തിയേറ്ററിൽ എഡിറ്റിങ്ങും എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ട്. ടോട്ടലി പടം ഭയങ്കര രസമായിട്ടുണ്ട്. ഒരു കുടുംബം പശ്ചാത്തലത്തിൽ പറയുന്ന ഒരു വലിയ ചെറിയ സിനിമ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ചെറിയ വലിയ സിനിമയാണ്. അത്ര ഗംഭീരമായിട്ട് കോമഡിയെ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനകത്തൊരു പറയാൻ പറ്റാത്തൊരു കഥയുമുണ്ട്. ആ കഥയിലൂടെ അത് നീങ്ങുകയാണ് ഈ സിനിമ. ഇതെൻ്റെ പല പേരുകളിലാണ് നമ്മൾ അറിയപ്പെടാറ്. അപ്പോൾ ബിനു ഞാൻ ഈ പറയുന്നത് ബിനു ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ ബിനു ആണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. അതുപോലെ തന്നെ വിഷ്ണു ആണെങ്കിലും നമുക്ക് നേരത്തെ പരിചയമുണ്ട്, അറിയാം. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരുപാട് ആൾക്കാരുള്ള ഒരു സിനിമയിൽ ഇതുപോലെയുള്ള ലെജൻസിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് അഭിനയിക്കുമ്പോൾ അശോകൻ ചേട്ടനൊക്കെ തലേ ദിവസം സ്ക്രിപ്റ്റൊക്കെ നോക്കിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചേട്ടൻ വന്നിട്ട് അയ്യോ ഇന്നലെ ഞാനത് പ്ലാൻ ചെയ്തായിരുന്നു, ഇന്ന് ഇടാൻ മറന്നുപോയി, സാറില്ല അടുത്ത ഷോട്ടിലിടാം എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ശരിയാണല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം വരാൻ, അല്ലെങ്കിൽ നമുക്ക് അതിന് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. അപ്പം തന്നെ ആ കോളിൽ തന്നെ സാറ് നറേറ്റ് ചെയ്ത് തന്നു സ്റ്റോറി. അപ്പോൾ ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. എനിക്ക് അപ്പം തന്നെ കഥ ഇഷ്ടപ്പെട്ട് ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല, ഞാൻ അപ്പം തന്നെ ഓക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ വിഷ്ണു ചേട്ടനെ നേരത്തെ അറിയാം, ഭയങ്കര ഒരു ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ക്യാരക്ടറുള്ള സിനിമയാണ്. ഇൻട്രോയിൽ കേട്ടാണ്ട് ഒരു തറവാട് അമ്മാവന്മാരുടെ തറവാടിൽ ഉണ്ടായിരുന്നല്ലോ, അതിന്ന് 1.5 കിലോമീറ്റർ അപ്പുറം അന്നൂരാണ് എൻ്റെ വീടുണ്ടോ, പയ്യന്നൂർ അന്നൂരാണ്. ഒരുപാട് കാലം കാണാൻ ശ്രമിച്ചതിൻ്റെ ഞാൻ ഇന്നാണ് നേരിട്ട് കണ്ടത്. ഒരുപാട് സന്തോഷം. പിന്നെ ഇതിൻ്റെ എൻ്റെ ചേട്ടനെ അഭിനയിക്കുന്ന കൂട്ടാരൻ അശോകൻ ചേട്ടൻ, ഷാജു ടിലിഡോ, അങ്ങനെ ഒരുപാട് വിഷ്ണുണ്ണികൃഷ്ണൻ, ഇവരെല്ലാം കൂടെ ഈ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് കാരണക്കാരനായ ഒരാള് ഡയറക്ടർ മാർത്താണ്ഡൻ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നമ്മൾ ചെറുപ്പം മുതലേ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ഒരുപാട് ചിരിപ്പിക്കുകയും ഇപ്പോഴാണ് ചിന്തിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ചെറുപ്പത്തിലെ മുതൽ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരുപാട് വലിയ വലിയ ആക്ടറിന്റെ കൂടെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റി. അവരുടെ കൂടെ എന്താ വെച്ചാൽ വലിയ പ്രസംഗത്തിന് വേണ്ടി എനിക്ക് പറയാം, അവരെടുക്കുന്ന കുറെ കാര്യങ്ങൾ പഠിച്ചു. പക്ഷെ ഒരു കാര്യം ഞാൻ പഠിച്ചിട്ടില്ല, അഭിനയത്തിന്റെ കാര്യം. പക്ഷെ ഇവരെടുക്കുന്ന പഠിച്ചൊരു കാര്യമുണ്ട്,
ഞാന് ശരിക്കും എന്റെ മനസ്സിൽ തോന്നിയ കാര്യം പറയുന്നത്. അപ്പൊ വേണമെങ്കിൽ പറയാൻ മറന്നാ പോലും പറയാൻ മറക്കുന്നത് ചിലപ്പോ പേടിച്ചിട്ടായിരിക്കും. ഏത് മൂഡിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അല്ല, ഇവരൊക്കെ ഇപ്പൊ ഏത് മൂഡിലിരിക്കുന്നത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പോയി ഗുഡ് മോർണിംഗ് പറഞ്ഞത് അവസരം അങ്ങനെയായിരിക്കും, ഞാൻ എന്താ പറയണ്ടേ, അതായിരിക്കും എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയായിരിക്കും പറയാൻ മടിക്കുന്നത്. പക്ഷെ തിരിച്ച് ഇങ്ങോട്ട് വന്നൊരു ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഞാൻ ചെറുതായി പോയ പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് സാർ ഒരുപാട് പ്രാവശ്യം. ഷാജൻ ചേട്ടനോട് മാത്രമല്ല എല്ലാവരും. ഞാനൊരു ഫാനാണ് ശരിക്കും. സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഓ ബേബിയിലെ അഭിനയം കണ്ടിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ്. കാരണം തോക്ക് പിടിച്ചോണ്ട് പോകുന്ന ദുഷ്ടനൊന്നുമല്ല, എന്തൊരു ക്യൂട്ടായിട്ടുള്ള ഒരാളാണ്. ഇനിയും ആക്ട് ചെയ്യണമെന്ന് പറയുന്നത്. കാരണം എന്റെയൊക്കെ ഫാമിലിയിലുള്ള ഒരുപാട് കാരണവന്മാരുടെ ആ ലുക്കാണ് ഗ്രേസ്. അപ്പൊ അതിന്റെ റിക്വസ്റ്റ് ആണ് ആക്ടിങ് തുടങ്ങണം. പിന്നെ നന്ദി പറയുന്നത് മോനചേട്ടന് തന്നെയാണ്. കാരണം നിർമ്മാതാവില്ലെങ്കിൽ ഒരു സിനിമ ഒരിക്കലും ഉണ്ടാവില്ല. എത്ര നന്ദി പറഞ്ഞാല്, കാരണം ഒരുപാട് വലിയ ടൈറ്റിലൊന്നുള്ള ആക്ടേഴ്സ് എല്ലാം കഴിവുള്ളവർ തന്നെയാണ്. പക്ഷെ ആ റിസ്ക് എടുക്കാൻ മനസ്സ് കാണിച്ചതിന് നിർമ്മാതാവ് എന്ന് പറയുന്ന ഒരു മാതാവാണ്. ആ മാതാവ് ഉണ്ടെങ്കിലേ ഒരു സിനിമ ഗർഭം ധരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരെ ഞാൻ 100% ഡെഡിക്കേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നന്ദി അർപ്പിക്കുകയാണ്. പിന്നെ മാർത്താണ്ഡനെ ഇന്ന് പുണ്യാളനായിട്ട് പ്രഖ്യാപിക്കുന്ന ദിവസം എല്ലാവരും നല്ല വാക്ക്. ഇങ്ങനെ ഒരു ദിവസം എനിക്ക് കിട്ടൂല. അപ്പൊ എല്ലാവരും സിനിമാക്കാരനായിട്ടാണ്, പക്ഷെ ഞാനൊരു ഹ്യൂമൻ ബീങ് ആയിട്ടാണ് കാണുന്നത്. കാരണം എന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ ജോണി എസപ്പ എന്ന് പറയുന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി കിടക്കുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടരുന്നത് പ്രാഞ്ചിയൻ ആൻഡ് ദ സെയിന്റ് എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയുടെ ഡ്രൈവറായിട്ട് ഞാൻ വന്നപ്പോൾ അവിടെ എല്ലാം ലെജൻസ് ആയിരിക്കുന്നത് മമ്മൂക്കയും വേണു സാറും. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നുമില്ല, എന്നാലും ഈ ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ സിനിമ നമ്മൾ ലൊക്കേഷനിൽ പോയാൽ എല്ലാവരും കാരവനിലിരിക്കും, മൊബൈലിൽ നോക്കും. ഈ ലൊക്കേഷനിൽ അങ്ങനെയല്ല. അവിടെ തട്ടു പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു മരത്തിന്റെ കീഴെ കസേരക്കുള്ള തല്ല. അങ്ങനെ അതേ ഒരു വൈബ് തന്നെയാണ് സിനിമയുടെ ഉള്ളിലുള്ളത്. ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വേറൊരു ഫാമിലിയാണ്, അവർ വേറൊരു ഫാമിലി. അത് കട്ട് പറയണ വരെ മാത്രം. കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലി ആയിരുന്നു. ഈ ഒരു സിനിമയിലേക്ക് എന്നെ വിളിച്ചത് മാർത്താണ്ഡ സാറാണ്. നമ്മൾ പാവാട അങ്ങനെ ഒരുപാട് വലിയ ഹിറ്റ് പടങ്ങളുടെ ഡയറക്ടർ എന്നുള്ള നിലയിലാണ് മാർത്താണ്ഡ സാറിനെ അറിയാം. ഈ സിനിമയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരു വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, നിങ്ങൾ വേറൊരു ഫാമിലിയാണ്, എന്തായാലും അതൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഒരുപാട് സന്തോഷം തോന്നി സാറിന്റെ ഒരു പടത്തിൽ നമുക്ക് അഭിനയിക്കാനുള്ള ഒരു തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് പറ്റാന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ ഇതൊരു വലിയൊരു സക്സസ് ആവണം. എന്റെ കഴിഞ്ഞ പടം നല്ലൊരു ഹിറ്റായിരുന്നു വാഴ 2. അപ്പൊ അതേപോലെ തന്നെ ഈ പടം നല്ലൊരു ഹിറ്റ് ആവുന്നുള്ള പ്രാർത്ഥനയുണ്ട്, പ്രതീക്ഷയുണ്ട്. അപ്പൊ ഇതിലുണ്ടായിരുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും പ്രൊഡ്യൂസർക്കും ബിനുജിക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് മാർത്താണ്ഡ സാറിനോട് ഒരുപാട് നന്ദി. എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. നമസ്കാരം. എല്ലാ മക്കളും മിക്കവാറും എല്ലാവരെയും അറിയാം. അശ്വൻ ചേട്ടൻ ഞാനിവിടെ ചെറിയൊരു സീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ മറ്റേ ഫ്ലവേഴ്സിൻ്റെ ഫ്ലോറിലുണ്ടായിരുന്നു. ടിനിയവൻ എന്നെ അറിയാം, ഞാൻ രഞ്ജി ചേട്ടൻ്റെ കസിൻ എവിടെയായിട്ട് അറിയാം. പിന്നെ പിരിഞ്ഞുപോയി. എന്റെ മക്കളായിരുന്നു 5 മക്കളുടെ അമ്മ. അതായത് ഏറ്റവും മൂത്ത മോൻ വിജയരാഘവൻ, പിന്നെ ഇങ്ങനെ അതിന്റെ താഴേക്കുള്ളവരാണ്. അപ്പൊ വളരെ സന്തോഷം. നല്ലൊരു സിനിമയത്. കഥ പറയാനായിട്ട് എന്റെ വീട്ടിൽ വന്നപ്പോൾ ഞാനൊരു സാധനങ്ങൾ തരും, അതിങ്ങനെ നന്നായിട്ട് ചെയ്തു തന്നേക്കും. അത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും തിയേറ്ററിൽ കാണാം, എല്ലാവരും വരണം, വന്ന് കാണണം, മറ്റുള്ളവരോട് പറയണം. ഇതിങ്ങനെ ഒരു കുടുംബസമേതം വന്ന് കാണാൻ പറ്റിയ സിനിമ ഈയിടക്കൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. തല്ലും വെട്ടും കുത്തും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ഒരു നല്ല സിനിമ, സന്തോഷിക്കാനും ചിരിക്കാനും ആയിട്ട് ഒരു സിനിമയാണിത്. എല്ലാവർക്കും ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ എടുത്ത് പറയണില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ്. അപ്പൊ ഇതിൽ എനിക്കും ഒരു ഭാഗമാക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ദൈവത്തിന് നന്ദി പറയുന്നു. മാർത്താണ്ഡൻ ഇനിയും നല്ല നല്ല സിനിമകൾ ചെയ്യാനായിട്ടുള്ള വഴി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു.